യെസ്, വെൽക്കം ബാക്ക് ടു ന്യൂസ് മോർണിംഗ്. ഇന്നിപ്പോൾ ഫാസ്റ്റ് ന്യൂസിലേക്ക് പോകേണ്ടെന്നുള്ള തീരുമാനം നമ്മൾ എടുത്തിരിക്കുന്നത്. കാരണം നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്, അതിഥിയുണ്ട്. അപ്പോൾ ഫസ്റ്റ് ന്യൂസ് മാറ്റി വെക്കേണ്ടി വന്നു. അപ്പോൾ അതിഥിയിലേക്ക് നേരിട്ട് നമുക്ക് പോകാം. ആരാണ്? യെസ്, ഇന്നിപ്പോൾ നമുക്ക് ടിനി ടോം ആണ്. വലിയ മുഖവരകളൊന്നും ആവശ്യമില്ല, പേര് മാത്രം മതി അല്ലേ? ചലച്ചിത്രതാരം ടിനി ടോം നമ്മോടൊപ്പം ചേരുകയാണ് ഈ ക്രിസ്മസ് പ്രഭാതത്തിൽ. യെസ്, ടിനി ടോം, ഹാപ്പി ക്രിസ്മസ്. അങ്ങനെ വളരെ സന്തോഷമുള്ള ദിവസമാണ് ക്രിസ്മസിന്റെ ഒരു വരവ്. നമുക്കറിയാം, ഡിസംബർ ആകുമ്പോഴത്തേക്ക് നമ്മളൊക്കെ ആ ഒരു ത്രില്ലിലേക്ക്, ആ വൈബിലേക്ക് ഇങ്ങനെ എത്തും. ഇത്തവണ നമുക്കൊരു മേമ്പൊടിയായിട്ട് നല്ല തണുപ്പുണ്ട്, നല്ലൊരു ക്രിസ്മസ് വൈബുള്ള ഒരു കാലാവസ്ഥയിലൂടെയാണ് നമ്മൾ എത്തുന്നത്. അപ്പോൾ ഹാപ്പി ക്രിസ്മസ്. എന്താണ് ഇന്നത്തെ ക്രിസ്മസ് വിശേഷങ്ങളൊക്കെ? അപ്പോൾ അതുകൊണ്ട് ക്രിസ്മസിന് വീട്ടിൽ തങ്ങുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പരമാവധി ഞാൻ അതിന് ശ്രമിക്കാറുണ്ട്. എന്തായാലും ഇന്ന് ഷൂട്ടിംഗ് ഇല്ല, ഞങ്ങൾ കുടുംബസമേതം വീട്ടിൽ തന്നെ ക്രിസ്മസ് ആഘോഷിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ മട്ടൺ സ്റ്റൂ ഒക്കെ കഴിച്ചുള്ള ഇരിപ്പായിരിക്കും? ഇല്ല, കഴിച്ചിട്ടില്ല, കഴിക്കാറായില്ലേ. കാരണം ഇത് കഴിഞ്ഞിട്ട് വേണം കഴിക്കാൻ പോകാൻ. രാത്രി കുർബാന കഴിഞ്ഞിട്ട് വന്നിട്ട് പിന്നെ കുറച്ചൊരു വൈകലുണ്ട്. ഒരു 10-11 മണി ആകുമ്പോഴത്തേക്ക് എല്ലാം റെഡിയാവും. അപ്പോഴേ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ എങ്ങനെയാണ്, എല്ലാ തവണത്തെ പോലെയുള്ള ഒരു ക്രിസ്മസ് ആണോ, അല്ലെങ്കിൽ ഇത്തവണ എന്തെങ്കിലും അധിക ആഘോഷങ്ങളുണ്ടോ? ഷൂട്ടിങ്ങിന്റെ തിരക്കുകൾക്കിടയിലും ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കാൻ പറ്റാറുണ്ടോ? ഈ ക്രിസ്മസ് എപ്പോഴും പഴയതുപോലെ തന്നെയാണ്. പക്ഷെ അതിന്റെ ചുറ്റുമുള്ള ആളുകൾ മാറുന്നു എന്നുള്ളതാണ്. നമ്മുടെ കുട്ടിക്കാലം മുതൽ നോക്കുമ്പോൾ അതിന്റെ ചുറ്റുമുള്ള ആളുകൾ മാറിക്കൊണ്ടേയിരിക്കും. കുട്ടിക്കാലത്ത് അപ്പൻ അമ്മയുടെ ഒപ്പം ആണെങ്കിൽ അത് കുറച്ച് കഴിയുമ്പോൾ ഭാര്യയും മകനുമായിട്ട് മാറുന്നു, നമ്മുടെ ഫ്രണ്ട്സ് മാറുന്നു, അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. പക്ഷെ ക്രിസ്മസിനുള്ള കാര്യങ്ങൾ അങ്ങനെ തന്നെയാണല്ലോ. പിന്നെ ഇതിപ്പോൾ ലോകം മുഴുവൻ ഉള്ള ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റുമെന്നുള്ളതാണ്. പണ്ടൊക്കെ നമ്മൾ വീടുകളും അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുമായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ലേ. ഈ പഴയ ആൾക്കാർ ഇപ്പോഴും പഴയതായിട്ട് ചിന്തിക്കും. പഴയ ക്രിസ്മസ് ആയിരുന്നു നല്ലത്. ഞാൻ പറയുന്നത് വരാനിരിക്കുന്ന ക്രിസ്മസ് ആയിരിക്കും നല്ലത്. കാരണം ഇപ്പോൾ ലോകം മുഴുവനുള്ള ക്രിസ്മസ് ഇതിൽ കാണാൻ പറ്റും, ഈ മൊബൈൽ എന്ന് പറയുന്നതിൽ. അപ്പോൾ അതാണ് കൂടുതൽ ഭംഗി. തീർച്ചയായിട്ടും ടിനി, അതിനൊപ്പം തന്നെ നമുക്കറിയാം, ഈ ചെറിയ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ പറയുന്ന ഒരു പഴയ ക്രിസ്മസ് കുറച്ചുകൂടെ ഭംഗിയാണെന്ന് പറയുന്നത്. നമുക്കൊന്നുമില്ല, നമുക്ക് വലിയ ചിന്തകളൊന്നുമില്ല. നമ്മൾ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ വലിയ ആഘോഷങ്ങളാണ്. കരോൾ പോകണം, പള്ളിയിൽ പോകണം, കൊയർ പാടണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് നമുക്ക് ക്രിസ്മസ് എന്ന് പറയുമ്പോൾ. പക്ഷേ കുറച്ചുകൂടെ മുതിരുമ്പോൾ കുറച്ചുകൂടെ കാര്യപ്രാപ്തി, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. അപ്പോൾ പക്ഷേ ഈ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ രണ്ടും ഒരേ തരത്തിൽ കാണാൻ പറ്റില്ല. കുട്ടിക്കാലത്തെ ക്രിസ്മസ് എപ്പോഴും ഭയങ്കര സ്വീറ്റാണ്. അങ്ങനെ കുറേ ഓർമ്മകളുണ്ട് ഈ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട്. ഞാനിപ്പോഴും കുട്ടിയാണ്, എനിക്കിപ്പോഴും കാര്യപ്രാപ്തി ആയിട്ടില്ല. കാരണം സ്ഥിരമായിട്ട് ജോലി ചെയ്യുന്നവർക്ക്, സ്ഥിരമായിട്ട് ജോലിയും വരുമാനം ഉള്ളവർക്കാണ് കാര്യപ്രാപ്തി ആവുന്നത്. ഒരു ഗവൺമെന്റ് ഉദ്യോഗം അല്ലെങ്കിൽ അതുപോലെ ഉത്തരവാദിത്തപ്പെട്ട. നമ്മളിപ്പോഴും കുട്ടിയായിട്ട് തന്നെ നടക്കുന്നത്. അതിനും ഡെക്കറേഷൻ ആയാലും എല്ലാത്തിനും ഞാനിപ്പോഴും പങ്കെടുക്കുന്നത്. ഒരു കുട്ടികളുടെ മനസ്സായിട്ട് തന്നെ ജീവിക്കുന്ന ഒരാളാണ്. എന്നെ കാണുമ്പോഴും എൻ്റെ ശബ്ദം കേൾക്കുമ്പോഴും ഒരു വില്ലൻ്റെ ഇതൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുമായിരിക്കും. പക്ഷെ ഞാനിപ്പോഴും കുട്ടിയാണ്. പിന്നെ കുട്ടിക്കാലത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കരോള് പോകുന്നത് ഒരു പ്രധാന സംഭവമായിരുന്നു. അന്ന് കാശുണ്ടാക്കാൻ വേറെ വഴിയില്ല, അതുകൊണ്ട് കരോളിന് പോകും. ഇന്ന് കാശുണ്ടാക്കാൻ വേറെ വഴിയുള്ളുണ്ട്, അതിന് പോകും. അപ്പോൾ എല്ലാത്തിനും പ്രധാനമായിട്ട് നിൽക്കുന്നത് വരുമാനം തന്നെയാണ്. ഇപ്പോൾ ക്രിസ്മസ് വന്നാലും കച്ചവടങ്ങൾ തന്നെയാണ്. എൻ്റെ ബാക്കിലിരിക്കുന്ന സാധനങ്ങളെല്ലാം കച്ചവടത്തിൽ നിന്നും എനിക്ക് കിട്ടിയിട്ടുള്ളതാണല്ലോ. നമ്മളിതെല്ലാം പർച്ചേസ് ചെയ്യാൻ പോകുന്നു. യഥാർത്ഥത്തിൽ ആഘോഷങ്ങൾ വരുന്നതിൻ്റെ ഒപ്പം തന്നെ കച്ചവടങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ കുട്ടിക്കാലത്തെ ക്രിസ്മസ് ആണെങ്കിലും വലിയ ക്രിസ്മസ് ആണെങ്കിലും ഇപ്പോൾ ഇതൊക്കെ മേടിക്കാൻ എൻ്റെ സ്വന്തം കയ്യിൽ നിന്ന് കാശ് നമ്മൾ അധ്വാനിച്ച് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നു. പണ്ട് ഓരോ വീടുകളിൽ പോയിട്ട് കരോള് നടത്തിയിട്ട് അങ്ങനെ കിട്ടുന്ന കാശ് കൊണ്ടായിരിക്കും പലതും മേടിച്ചിട്ടുള്ളത്. അപ്പോൾ നല്ല ഓർമ്മകളൊക്കെ എങ്ങനെയാണ്? എപ്പോഴും മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന ക്രിസ്മസിന്റെ ഓർമ്മകൾ എങ്ങനെയാണ്? ഓർമ്മകൾ ഓരോ സമയത്ത് ഓരോരോ മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മളെ തിരിച്ച ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്നത് അതിൻ്റെ ഒരു ടച്ചാണ്. കാരണം ഇപ്പോൾ ഈ പണ്ട് കേക്ക് എന്ന് പറഞ്ഞാൽ ഐസിങ്, അത് കോൺക്രീറ്റ് പോലെ ഐസിങ് ഇട്ടിട്ടുള്ളൊരു കേക്കായിരുന്നു. അതിപ്പോൾ ഒരു നൊസ്റ്റാൾജിക് കേക്കായിട്ടാണ് ബേക്കറിയിലൊക്കെ ഇറക്കുന്നത്. അപ്പോൾ അങ്ങനെ പിന്നെ നക്ഷത്രങ്ങൾ എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മയുള്ളത് ചുവന്ന കടലാസ് നക്ഷത്രങ്ങൾ, അല്ലെങ്കിൽ മുള വെച്ചിട്ട്, എൻ്റെ തറവാട്ടിലൊക്കെ മുള വെച്ചിട്ട് ചൈന പേപ്പർ പൊട്ടിച്ചിട്ടുണ്ടാക്കുന്ന നക്ഷത്രങ്ങളാണ്. പക്ഷെ അത് മാറിയപ്പോൾ കംപ്ലീറ്റ് LED ആണ്. ചൈനയിൽ നിന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയതിൽ മുതൽ വലിയ കളർഫുള്ളായി. കാരണം എവിടെ നോക്കിയാലും ഭയങ്കര രസമുള്ള, ഭയങ്കര ഷാർപ്പായിട്ടുള്ള ലൈറ്റ് കിട്ടുന്ന ക്രിസ്മസ് ആണ്. ഒരു ഫീലാണ് കിട്ടുന്നത്. കാരണം എവിടെ ചെന്നാലും, പള്ളിയിൽ ചെന്നാലും എവിടെ ചെന്നാലും, ഇപ്പോൾ പള്ളിയൊക്കെ കണ്ടില്ല. അതിൻ്റെയൊക്കെ ഒരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ചൈന തന്നെയാണ് അവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് അത്രയും വില കൂടുതലല്ലാത്ത ലൈറ്റ്സ്. അതുകൊണ്ട് ഓരോ കാലഘട്ടത്തിലും നമ്മൾക്ക് ഓരോ കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ചുറ്റും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ക്രിസ്മസ് അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിലും അതുകൊണ്ട് എൻ്റെ ഓർമ്മകളിൽ പഴയ ആ ഐസിങ് ഇട്ട കേക്കും ഒരു മറ്റേ മുള്ളുപോലിരിക്കുന്ന നക്ഷത്രങ്ങളൊക്കെ ഉള്ള ഒരു സീരീസ് സെറ്റും ഒരു സ്റ്റാറും മാത്രമാണ്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം എൻ്റെ മുറ്റം മുഴുവൻ ഞാൻ അലങ്കരിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ഓർമ്മകൾ അങ്ങനെയാണ്, അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതെ, പ്രത്യേകിച്ച് നമുക്കറിയാം ഈ ക്രിസ്മസിന്റെ അന്നത്തെ ദിവസം എന്ന് പറയുന്നത് സത്യം പറഞ്ഞ ആഘോഷങ്ങൾ അവസാനിക്കുകയാണ്. പക്ഷെ അതിന് മുൻപുള്ള ദിവസങ്ങളാണ് നമുക്ക് കാര്യമായിട്ട് ചെയ്യാനുള്ളത്. കാരണം ഈ പുൽക്കൂട് ഒരുക്കുന്നതും മറ്റേ ട്രീ ഒക്കെ വീണ്ടും എടുത്തു വെച്ച് സെറ്റ് ചെയ്യുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു ഹോൾ ഡിസംബർ തുടങ്ങുമ്പോഴേ നമ്മൾ ആ ഒരു ആഘോഷത്തിലേക്ക് കടന്നിരിക്കും. ഇത്തവണ എങ്ങനെയാ അങ്ങനെ കുട്ടികൾക്ക് ഒപ്പം കൂടി ഇങ്ങനെ ക്രിസ്മസ് ഒരുക്കാനും ഈ വീട് ബാക്കിൽ കാണുന്ന കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് തന്നെ ഡെക്കറേറ്റ് ചെയ്ത് ഉണ്ടാക്കിയതാണോ? പുറത്തുള്ള കാര്യങ്ങളൊക്കെ ഞാനും അകത്തുള്ളതൊക്കെ ഭാര്യയുമാണ്. ഇതിന്റെ മൊത്തം ഡിസൈനിങ് എൻ്റെ മകനും. അങ്ങനെ വേണം ഇങ്ങനെയൊന്നും